നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. അസ്ഥി മരവിപ്പിക്കുന്ന തീവ്രവാദത്തിന്റെ വാർത്തകളാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിന്നും പുറത്തുവരുന്നത്. മരിച്ചവരുടെ നിലവിളി മുഴങ്ങുന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കാതുകളിലേക്കാണ്. ഒരിടവേളയ്ക്ക് ശേഷം മത തീവ്രവാദം ഭൂമിയുടെ സ്വർഗമെന്നറിയപ്പെട്ടിരുന്ന കാശ്മീർ താഴ്വരയിലേക്ക് തിരിച്ചു വരികയാണ്. പാകിസ്ഥാൻ സാമ്പത്തികമായി തകരുമ്പോൾ ഇന്ത്യ അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയാണ്. കശ്മീരിലടക്കം സമാധാനം വന്നു കഴിഞ്ഞിരുന്നു. ഇതിനിടയിലാണ് രാജ്യത്തെ നടുക്കിയ ഈ ഭീകരാക്രമണം. 29 പേർ മരിച്ചുവെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. ഭീകരാക്രമണത്തിന് പിന്നാലെ തിരിച്ചടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ ടിക്ക എന്ന പേരിൽ ആരംഭിച്ച തിരിച്ചടികൾ ബാരാമുള്ള ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ നടന്ന നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി 2 ഭീകരരെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. ഇന്ത്യക്ക് നേരെ ആയുധമെടുത്ത ഭീകരരെ വെറുതെ വിടില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ടിക്കയ്ക്ക് തുടക്കമിട്ടത്. ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിലെ സെൻസിറ്റീവ് പ്രദേശങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചു. തിരക്കേറിയ ടൂറിസ്റ്റ് സോണുകളിലെ തെരുവുകൾ ഇന്ന് നിശബ്ദമാണ്. നിരവധി വിനോദസഞ്ചാരികൾ അവരുടെ സന്ദർശനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും അധികൃതർ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തക്കതായ മറുപടി നൽകാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. കടുത്ത നടപടികളിലൂടെയാണ് ഇന്ത്യ മറുപടി നൽകുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനവും നിർത്തിയേക്കും. ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായേക്കുമെന്ന് പാകിസ്ഥാനും ഭയമുണ്ട്. തിരിച്ചടി ഭയന്ന് നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ഗ്രാമങ്ങൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ഉറിയിലും പുൽവാമയിലും നടന്ന ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു ഇന്ത്യൻ സൈന്യം നൽകിയിരുന്നത്. 2016 ഭീകരാക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയായിരുന്നു ഇന്ത്യയുടെ മറുപടി. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയും ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു. ബലാക്കോട്ടിലെ ജെയ്ഷെ ക്യാമ്പിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണം. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായതുകൊണ്ട് തന്നെ ഭീകരർ മുൻപും പഹൽഗാമിനെ ലക്ഷ്യം വെച്ചിരുന്നു. 1995 ജൂലൈയിൽ 6 വിദേശികളെ പഹൽഗാമിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. US, ബ്രിട്ടൻ, ജർമ്മനി, നോർവേ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു അവർ. അൽ-ഫരൻ എന്ന സംഘടനയായിരുന്നു അന്ന് അതിന് പിന്നിൽ. ഭീകരൻ മസൂദ് അസറിന്റെ മോചനത്തിനായിരുന്നു ഈ നീക്കം നടത്തിയത്. മസൂദിനൊപ്പം 20 ഭീകരരെ കൂടി പുറത്തിറക്കണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് നോർവേക്കാരനായ ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോ എന്ന 27-കാരൻ്റെ കൊലപാതകം ഇന്നും ഞെട്ടലുണ്ടാക്കുന്നതാണ്. കലാകാരനും നാടക പ്രവർത്തകനുമായ ഓസ്ട്രോയെ തലവെട്ടിക്കൊല്ലുകയായിരുന്നു. കഥകളി ഏറെ ഇഷ്ടപ്പെട്ട ഓസ്ട്രോ കേരളത്തിലെത്തിയതിനു ശേഷമാണ് കാശ്മീരിലേക്ക് യാത്ര തിരിച്ചത്. അന്ന് ഓസ്ട്രോയുടെ മരണം മാത്രമാണ് പുറംലോകം അറിഞ്ഞത്. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇന്നും അജ്ഞാതമാണ്. കശ്മീരിലെ ഭീകരപ്രവർത്തനത്തിന് ആഗോള ശ്രദ്ധ ലഭിക്കാനും ഈ ഒരു സംഭവം കാരണമായി. സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പഹൽഗാമിലെ ബൈസരൻ താഴ്വര. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ട സ്ഥലം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഭീകരർ കടന്നുകയറി വെടിയുതിർത്തതോടെ കൊടും ഭീകരതയുടെ മുഖമായി ലോകത്തിന് മുന്നിൽ ഇവിടം മാറി. മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു. 17 പേർക്ക് പരിക്കേറ്റു. പഹൽഗാമിലും അനന്ത്നാഗിലുമായി ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെ മാറ്റി. ഇന്ന് പുലർച്ചെ 26 മൃതദേഹങ്ങളും ശ്രീനഗറിലെത്തിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, KC വേണുഗോപാൽ MP തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. മലയാളി N രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ രാത്രിയോടെ ജന്മനാടുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. അമിത്ഷായെ കണ്ടതോടെ മരിച്ചവർക്കൊപ്പമുണ്ടായിരുന്നവർ പൊട്ടിക്കരഞ്ഞു. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബ ഉപമേധാവി സൈഫുള്ള ഗസൂരിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ഈ ഭീകരാക്രമണം. ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നീ ഭീകരരുടെ ചിത്രങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. കശ്മീരിലെ തന്നെ ബിജ് തഹേര, ത്രാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പേരും സംഘത്തിലുണ്ട്. 2017 പാകിസ്ഥാനിലേക്ക് പോയി ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായവരാണ് ഇവരെന്നാണ് വിവരം.